നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന അതായത് ഷെയർ ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ 2024 നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. 2024 ഫെങ്ഷുയി പ്രകാരം വെൽത്ത് സ്റ്റാർ 9 നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് എൻഹാൻസ് ചെയ്താൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും എന്ന് ഫെങ്ഷുയിൽ പറയുന്നു. അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ സംസാരം. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്പർ 9 നിൽക്കുന്നുണ്ട്. ഈ 9 പ്രോസ്പെരിറ്റി സ്റ്റാറാണ്, വെൽത്ത് സ്റ്റാറാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വെൽത്തിൻ്റെ ഒരു ഗോഡ് ഇത് നമുക്ക് ഒരു വീടിൻ്റെയോ ഷോപ്പിൻ്റെയോ ഓഫീസിൻ്റെയോ സൗത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ഒരു വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്യു നമുക്ക് സൗത്ത് വെസ്റ്റിൽ വയ്ക്കാം. ഷോപ്പിൻ്റെ ആണെങ്കിലും ഓഫീസിൻ്റെ ആണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്യു വയ്ക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ബില്യൺ എന്ന് പറയുന്ന ഒരു പിക്ചറുണ്ട്. അതായത് നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പിക്ചർ. ഇത് എല്ലാവർക്കും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നതും ഈ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനും ഈ നമ്പർ 9 പ്രോസ്പെരിറ്റി കൂട്ടാനുമായിട്ട് നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു ബൗളിനകത്ത് നിറച്ചും നമ്മുടെ നാണയങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചൈനീസ് കോയിനും ഇൻഗോട്ടും സിട്രിൻ്റെ സ്റ്റോണും കൂടെ നിറച്ച് വെക്കുന്നതും അതിൽ തന്നെ നമ്മൾ പുറം രാജ്യങ്ങളിലെ നോട്ടുകൾ ഇങ്ങനെ ഒരു റെഡ് റിബണിനകത്ത് റോള് ചെയ്ത് അതിനകത്ത് വെക്കുന്നതും ഇപ്പോൾ റിയാല് ദറംസ് അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ നോട്ടുകൾ വാങ്ങി നോട്ടുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ കാണും. പല സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമുക്ക് ഒരു റെഡ് റിബണിനകത്ത് കെട്ടി ഈ ബൗളിനകത്തിട്ട് നമ്മുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് ഈ 2024 വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ ഒരു പവർഫുൾ ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നു. താങ്ക് യു.